സമാനമായ നിലയിൽ ഒരു പറ്റം RSS ക്രിമിനലുകളെ കേരളത്തിന്റെ സർവകലാശാലകളുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തിയ ചോദ്യമുണ്ട്. എവിടെ നിന്നാണ് സർവകലാശാലകളുടെ ചാൻസലർക്ക് ആരിഫ് മുഹമ്മദ് ഖാന് ഈ RSS ക്രിമിനലുകളുടെ പേര് ലഭ്യമായത്? ആരിഫ് മുഹമ്മദ് ഖാന്റെ ടേബിളിലേക്ക് എവിടെ നിന്നാണ് ഈ പേരുകൾ എത്തിയത്? ഇവിടെ കൂടി നിൽക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടിയത്? മറുപടി പറയുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായില്ല. ഈ മാധ്യമങ്ങളുടെ അടക്കം മുഖത്തേക്ക് പാൻപരാഗ് വലിച്ചു തുപ്പുന്നതിന് വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ നിലവിൽ കേരളത്തിനകത്തെ കീലേറി അച്ചുവിന്റെ റോള് പുനരവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസലർ തയ്യാറായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി നിന്ന് ഒരു തേർഡ് റേറ്റ് ഗുണ്ടകളൊക്കെ, ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ കണക്കെ വെല്ലുവിളികളുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു. ഒന്നുമല്ലെങ്കിൽ നിരവധിയായ മഹാരഥന്മാർ ഇരുന്ന സ്ഥാനമാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവി. അത്തരമൊരു പദവിക്കെതിരെ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും പൊതുസമൂഹം അതിനെ ഉൾക്കൊള്ളുക? ഈ ശ്രമത്തെ പൊതുസമൂഹത്തിനകത്ത്, കാവ്യവൽക്കരണ ശ്രമത്തെ പൊതുസമൂഹത്തിനകത്ത് എത്തിക്കുന്നതിൽ നിന്നും പല മുഖ്യധാരാ മാധ്യമങ്ങളും വിട്ടുനിന്ന ഘട്ടത്തിൽ, ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതെന്തോ SFI വേഴ്സസ് ആരിഫ് മുഹമ്മദ് ഖാൻ യുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ സമരോദ്ദേശം ഈ നാടിനകത്ത് ചർച്ചയാകുന്നതിൽ പോരായ്മയുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു. കാരണം ചാൻസലർ പദവിയിലിരിക്കുന്ന ആൾക്കു നേരെയാണ് ഞങ്ങളുടെ സമരം. എന്നാൽ ആ സമരം ആരംഭിച്ച ഘട്ടം മുതൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? തെരുവിലിറങ്ങി SFIയുടെ പ്രവർത്തകരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും റാസ്കലെന്നും ഫൂളെന്നും വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ആക്രമണാഹ്വാനവുമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയല്ലേ ഇയാൾ തയ്യാറായത്? ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ, ചില തമാശ പടങ്ങളിലെ കീലേറി അച്ചു ഉൾപ്പെടെയുള്ള മൂന്നാം കിട നാലാം കിട ഗുണ്ടകൾ എങ്ങനെയാണോ കേരളത്തിനകത്തെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, സമാനമായ നിലയിൽ ഒരു ചാൻസലർ തെരുവിലേക്ക് ഇറങ്ങാം. ഇങ്ങനെ ഇറങ്ങുമ്പോ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. കാരണം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചാൻസലർ ആര് എന്ന് ചോദിച്ചാൽ നാളെ പറയേണ്ടി വരില്ലേ, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പാൻപരാഗ് തുപ്പിയാണ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചാൻസലർ ആയിരുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം. ആ ഗതികേടിന്റെ മുൻപിൽ നിന്നാണ് SFI വലിയ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഈ സമരം ആരംഭമാണ്. ഈ സമരം ഒരു ഘട്ടത്തിലും അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ന് അദ്ദേഹം ഈ 2-3 ദിവസങ്ങളായി വലിയ വെല്ലുവിളിയാണ്. ഞാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വന്ന് താമസിച്ചു കളയും, ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, SFI എന്നോട് മുട്ടി നിൽക്കാറുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളികൾ. ഞങ്ങൾ ഇതൊരു യുദ്ധമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസ സംവിധാനം നിലനിർത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയ സമരമായിട്ടാണ് കാണുന്നത്. ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ സമരത്തിന്റെ ചൂട് താങ്ങുന്നതിന് ശേഷി ഉത്തർപ്രദേശിൽ നിന്നും കെട്ടിയിറക്കപ്പെട്ട RSSകാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അയാൾ തയ്യാറാകണം.